വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ്. നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കഥാപാത്രത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകാറുള്ള വ്യക്തിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ചെയ്ത് വെച്ച കുഞ്ഞിക്കൂനൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ മറ്റുള്ള താരങ്ങൾ റീമേക്ക് ചെയ്ത് കാണുമ്പോൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും. മലയാളത്തിൽ മറ്റാരും ചെയ്യാത്ത വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്ത ഏക നടനുമാണ് ദിലീപ്. വളരെ സാധാരണക്കാരനായ നായക നടനായ ദിലീപ് തന്റെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ജനപ്രിയ നായകനായി മാറിയത്. ദിലീപ് എന്ന കഴിവുറ്റ നടന്റെ അഭിനയ മികവ് പഴയ പോലെ തിരിച്ചു വരണമെന്നാണ് ഇപ്പോൾ മലയാളികൾ ആഗ്രഹിക്കുന്നത്. ദിലീപിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു കഥാപാത്രമാണ് കുഞ്ഞിക്കൂനൻ. ചിത്രത്തിൽ ഡബിൾ റോളിലാണ് ദിലീപ് അഭിനയിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കണ്ടിട്ട് അത് ചെയ്തത് ആ നടനല്ല വേറെ ആരോ ഒരാളാണെന്ന് തോന്നിയ ഒരേ ഒരു കഥാപാത്രം ദിലീപ് ചെയ്ത കുഞ്ഞിക്കൂനനാണെന്നാണ് പ്രേക്ഷകർ പറയാറുണ്ട്. ഇപ്പോഴും ഈ സിനിമയിലെ സീനുകൾ കാണുമ്പോൾ അത് ദിലീപാണെന്ന് തോന്നാറേയില്ല. ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു അഭിനേതാവ് ചെയ്ത പോലെയാണ് സിനിമ കാണുമ്പോൾ തോന്നുക. ശരീരഭാഷയിലുമൊക്കെ ഒരിക്കൽ പോലും ദിലീപ് ആണെന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരുന്നു. സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നായകനായത് സൂര്യയായിരുന്നു. പേരഴകൻ എന്ന പേരിലാണ് സിനിമ തമിഴിൽ പുറത്തിറങ്ങിയത്. നായിക ജ്യോതികയായിരുന്നു. ദിലീപ് കുഞ്ഞിക്കൂനൻ ചെയ്ത് കണ്ടപ്പോൾ അമ്പോ എന്നും താൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മേ എന്നൊരു തോന്നലുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് സൂര്യ പറഞ്ഞത്. ഇപ്പോഴത്തെ തമിഴ് നടൻ സൂര്യയുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് റെഡ് FM-ന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് ദിലീപ്. തന്റെ പേരിൽ ഉണ്ടായ വിവാദങ്ങൾക്കും വിഷയങ്ങൾക്കും ശേഷം ചെന്നൈയിൽ ഷൂട്ടിന് ചെന്നപ്പോൾ ആദ്യം ഓടി വന്ന് സംസാരിച്ചത് സൂര്യയാണെന്നാണ് ദിലീപ് പറയുന്നത്. സൂര്യയ്ക്കൊപ്പം ഞാൻ പല വേദികളും പങ്കിട്ടിട്ടുണ്ട്. എൻ്റെ വിഷമങ്ങൾക്ക് ശേഷം ഞാൻ ഷൂട്ടിങ്ങിന് ചെന്നൈയിൽ ചെന്നപ്പോൾ ആദ്യം ഓടി വന്നത് പുള്ളിയാണ്. സൂര്യ കുഞ്ഞിക്കൂനൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. കണ്ടിരുന്നെങ്കിൽ കഥാപാത്രവുമായി ബന്ധപ്പെട്ട ചില ടിപ്സ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ സംവിധായകൻ ശശിയേട്ടനെ കണ്ടപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് പറയായിരുന്നില്ലേ, ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നേനെയല്ലോ എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ കഥാപാത്രം ചെയ്യാൻ ചില ടിപ്സ് ഉണ്ട്, നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞു. തമിഴിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുമല്ലോ. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിൽ ഒരാളാണ് സൂര്യ എന്നാണ് സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച് ദിലീപ് പറഞ്ഞത്.